നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ വ്യോമസേന. ഒരടി പോലും പിന്നോട്ടില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതിനോടകം തന്നെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള തന്ത്രപരമായ ഏറ്റെടുക്കൽ പദ്ധതികൾ ഇന്ത്യൻ വ്യോമസേന വിശദീകരിച്ചിട്ടുണ്ട്. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തികളിൽ അതിൻ്റെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് വ്യോമസേന അതിൻ്റെ ഓരോ നീക്കങ്ങളും പുരോഗമിക്കുന്നത്. പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രതിരോധത്തെക്കുറിച്ചുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സമീപകാല റിപ്പോർട്ടിൽ വിവരിച്ചതുപോലെ ലോ ലെവൽ റഡാറുകൾ, തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ, മിഡ് എയർ റീഫ്യൂവലറുകൾ എന്നിവയുൾപ്പെടെ നിരവധി നൂതന ഉപകരണങ്ങൾ വാങ്ങാൻ IAF ലക്ഷ്യമിടുന്നു. റഷ്യൻ സുഖോയ് Su-30 MKI യുദ്ധവിമാനങ്ങളുടെ തദ്ദേശീയ നവീകരണത്തിലും നൂതന സിഗ്നൽ ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ ജാമിംഗ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവ ഏറ്റെടുക്കുന്നതിലും ഗണ്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം. 2024 ഡിസംബർ 31 വരെയുള്ള നിലവിലെ സാമ്പത്തിക വർഷം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഉടനീളമുള്ള ഏറ്റെടുക്കലുകളും നവീകരണങ്ങളും ഏകദേശം 1,39,596.60 കോടി രൂപയുടേതാണെന്ന് പ്രതിരോധ മന്ത്രാലയം എടുത്തു പറഞ്ഞു. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഈ നിക്ഷേപം പ്രതിഫലിപ്പിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ, ഗതാഗത വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധതരം വിമാനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിനും വേണ്ടി അനുബന്ധ ആയുധ സംവിധാനങ്ങൾക്കൊപ്പം IAF സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 2024 ഡിസംബർ 31 വരെയുള്ള നിലവിലെ സാമ്പത്തിക വർഷം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ തദ്ദേശീയ സ്രോതസ്സുകളിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഏറ്റെടുക്കലുകളെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ IAF മൊത്തം 1,39,596.60 കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്രോച്ച് റഡാറുകൾ, മിസൈൽ സിസ്റ്റങ്ങൾ, എയർക്രാഫ്റ്റ് ഫുൾ മിഷൻ സിമുലേറ്ററുകൾ, ട്രെയിനർ എയർക്രാഫ്റ്റ്, ടെക്നോളജി മിസൈലുകൾ, കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ, ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങൾ, ഹൈ പവർ റഡാറുകൾ, എയറോ എഞ്ചിനുകൾ, ഏവിയോണിക്സ് അപ്ഗ്രേഡുകൾ, സ്റ്റാറ്റിക്സ് ട്രാൻസ് റിസീവറുകൾ എന്നിവയുൾപ്പെടെ വിവിധ സംവിധാനങ്ങൾ ഈ ഏറ്റെടുക്കലുകളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള സർക്കാരിൻ്റെ വിശാലമായ സംരംഭവുമായി ഈ തന്ത്രപരമായ നീക്കം യോജിക്കുന്നു. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംരംഭങ്ങളിലൂടെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ആഭ്യന്തര പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് തദ്ദേശീയ സംഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ശ്രമത്തിന്റെ ഭാഗമായി സമകാലിക സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വ്യോമസേന അതിൻ്റെ പ്രവർത്തന സന്നദ്ധത കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം. ശ്രദ്ധേയമായ ഒരു സംഭവ വികാസത്തിൽ 2,906 കോടി രൂപ ചെലവിൽ താഴ്ന്ന നിലയിലുള്ള ഗതാഗത യോഗ്യമായ റഡാറുകൾ വാങ്ങുന്നതിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി IAF കരാർ ഒപ്പിട്ടു എന്നതും ഒരു വസ്തുതയാണ്. വിശാലമായ ആകാശ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനായി ഈ റഡാർ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കൂടാതെ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണിത്. റഡാറിൻ്റെ ഏറ്റെടുക്കൽ വ്യോമസേനയുടെ പ്രവർത്തന സന്നദ്ധത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ നല്ല വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേജ് ഡോട്ട് വഴി ഞങ്ങൾ അത് പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.